അടുത്ത ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ജീനിൻ്റെ റോള് നമുക്കറിയാം. എന്താണ് ഒരു ജീനിൻ്റെ റോള്? ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജീൻ എന്ന് പറയുന്നത് ആ ജീനാണ് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻ അഥവാ ജനറ്റിക് മെസ്സേജിനെ സ്റ്റോർ ചെയ്യുന്നത്. സോ ജീനുകളിലാണ് ആ ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജനറ്റിക് മെസ്സേജ് സ്റ്റോർഡ് ആവുന്നത്. ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ജനറ്റിക് മെസ്സേജ് എന്ത് ചെയ്യുന്നു? അതൊരു ഫീനോടൈപ്പായിട്ട് ഒരു പെർട്ടിക്കുലർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ട്രെയ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ആ ഇൻഫർമേഷൻ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറോ ട്രെയ്റ്റോ അല്ലെങ്കിൽ ഒരു ഫീനോടൈപ്പ് അതെങ്ങനെയാണോ പുറത്തേക്ക് കാണപ്പെടുന്നത് അങ്ങനെയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റ് ഫീനോടൈപ്പായി വന്നത് സക്സസീവ് ജനറേഷൻ ഓരോ ജനറേഷനിലേക്ക് പാസ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതാണ് ഒരു ജീനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. സോ ഒരു ജീൻ എന്ന് പറയുന്നത് ജനറ്റിക് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അത് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലറായുള്ള ഫീനോടൈപ്പ് അല്ലെങ്കിൽ ട്രെയ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നു. അത് സക്സസീവ് വരും തലമുറകളിലേക്ക് ആ ജനറേഷനിലേക്ക് അത് കൈമാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഒരു ജീൻ. സോ എങ്ങനെയാണ് ഈ ജീനിൻ്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുക? സോ ആ ജീൻ എപ്പോഴൊക്കെയാണ് ആ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ജീൻ എക്സ്പ്രസ്ഡ് ആവാത്തത്, അതാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. സോ ഒരു മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിൽ എക്സ്പ്രഷൻ ഓഫ് സർട്ടൻ ജീൻസ്, ചില ജീനുകളുടെ എക്സ്പ്രഷൻ സ്റ്റിമുലേറ്റഡ് ആവും. ഓക്കെ, ചില ജീൻസുകൾ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യേണ്ട സമയമാണ്. സോ ആ ജീനുകൾ സ്റ്റിമുലേറ്റഡ് ആവുന്നു, ആക്ടിവേറ്റഡ് ആവുന്നു. അതേസമയം ചില ജീനുകൾ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ചില ജീനുകൾ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ആ ജീനുകളെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ചില ജീനുകൾ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അതിനെ സ്റ്റിമുലേറ്റഡ് ആവുന്നു, ചില ജീനുകൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനൊരു മെക്കാനിസമാണ് പറയുന്നത് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഏത് ജീനാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം ആ ജീനുകൾ എക്സ്പ്രസ്ഡ് ആവണു. അല്ലാത്ത സമയത്ത് മറ്റ് ജീനുകളൊക്കെ എന്ത് ചെയ്യുന്നു? അത് ഇൻഹിബിറ്റ് ചെയ്യണം, അതിൻ്റെ എക്സ്പ്രഷൻ തടയുന്നു. സോ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ തന്നെ കുറേ ജീനുകളുണ്ട്, ഗ്രൂപ്പ് ഓഫ് ജീൻസുകളുണ്ട്. ഓരോ ഈ ജീനുകളിലൊക്കെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർഡ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് ജീനുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെറ്റബോളിസമാണ്. എന്താണ് മെറ്റബോളിസം? കാറ്റബോളിസം, അനബോളിസം, സിന്തസിസും അതുപോലെ ബ്രേക്ക് ഡൗണും. സോ ഈ ഗ്രൂപ്പ് ഓഫ് ജീൻസ് എന്ത് ചെയ്യുന്നു? മെറ്റബോളൈസ് ന്യൂ സബ്സ്ട്രേറ്റ്, പുതിയ സബ്സ്ട്രേറ്റുകളെ മെറ്റബോളൈസ് ചെയ്യാനാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ജീൻസുകൾ. അതിൻ്റെ ഭാഗമായിട്ട് ഈ ജീനുകൾ എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലെ ജീനുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേഷൻ എന്താ? പ്രോട്ടീൻ സിന്തസിനാണ്. സോ ദീസ് ജീൻസ് ട്രാൻസ്ലേറ്റ് ഇൻ ടു ന്യൂ എൻസൈം. ഈ ജീനുകളൊക്കെ എന്തായി മാറുന്നു? പുതിയ എൻസൈമുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. പുതിയ എൻസൈമുകൾ അല്ലെങ്കിൽ ഗ്ലോബുലർ പ്രോട്ടീനുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. ആ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ബോഡിയിൽ അത് മെറ്റബോളൈസ് ചെയ്ത് ന്യൂ സബ്സ്ട്രേറ്റ് ആയിട്ട് മാറുന്നു. അതിനുശേഷം ഈ ന്യൂ സബ്സ്ട്രേറ്റ് ഒരു പ്രോഡക്റ്റായിട്ട് മാറും. സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറാനും ഇതുപോലെ ജീനുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതുപോലെ ഒരു എൻസൈമായിട്ട് മാറാനൊക്കെ എന്ത് വേണം? ഈ ജീനുകളുടെ എക്സ്പ്രഷൻ തടയണോ വേണ്ടയോ, ഇത് എപ്പോൾ എക്സ്പ്രസ് ചെയ്യണം എപ്പോൾ എക്സ്പ്രസ് ചെയ്യേണ്ട എന്നുള്ള ഒരു കൺട്രോൾ ഉണ്ട് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലും. സോ ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻ ഉണ്ടെങ്കിൽ ആ ജീനുകൾ മെറ്റബോളൈസ് ചെയ്ത് ഒരു പുതിയ സബ്സ്ട്രേറ്റ് ആയിട്ട് മാറുന്നു. ഈ ജീനുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ന്യൂ എൻസൈംസുകളോ അല്ലെങ്കിൽ പ്രോട്ടീൻ, ഗ്ലോബുലർ പ്രോട്ടീൻ പോലത്തെ ആയിട്ട് മാറുന്നു. അത് മെറ്റബോളൈസ് ചെയ്യുന്നു, പുതിയ സബ്സ്ട്രേറ്റിനെ മെറ്റബോളൈസ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റ് എക്സ്പ്രസ്ഡ് ആവുന്നത്. അതാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ, ആ ജനറ്റിക് ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു എൻസൈം അങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ഇനി അടുത്തത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സം എൻസൈംസ് ആർ ഇൻഡ്യൂസ്ഡ് ബൈ എൻ ഇൻഡ്യൂസർ. ചില എൻസൈംസുകളെ അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇൻഡ്യൂസറാണ്. ചില എൻസൈംസ് ആക്ടിവേറ്റഡ് ആവണോ, പ്രൊഡ്യൂസ് ചെയ്യണോ, എക്സ്പ്രസ്ഡ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് എന്തായിരിക്കും? ഒരു ഇൻഡ്യൂസറാണ്. സോ ചില എൻസൈംസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇൻഡ്യൂസേഴ്സാണ്, അതിൻ്റെ ആക്ടിവിറ്റീനെ എൻകറേജ് ചെയ്യുന്നത്. സോ ആ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞത് ആ ഇൻഡ്യൂസർ തന്നെയായിരിക്കും അവിടെ മെറ്റബോളിസത്തിന് സഹായിക്കുന്നത്. സോ സം എൻസൈംസ് ആർ ഇൻഡ്യൂസ്ഡ് ബൈ ആൻ ഇൻഡ്യൂസർ ആൻഡ് ദാറ്റ് ഇൻഡ്യൂസർ ഈസ് മെറ്റബോളൈസ്ഡ്. ഏത് ഇൻഡ്യൂസറാണോ ആ എൻസൈംസിനെ ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിച്ചത് ആ ഇൻഡ്യൂസർ തന്നെ മെറ്റബോളിസത്തിനും സഹായിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്ഷൻ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലും ഒരുപാട് സെല്ലുകളുണ്ട്, മില്യൺസ് ഓഫ് സെൽസുകളുണ്ട്. എന്നാൽ എല്ലാ സെല്ലുകളിലുള്ള ജനറ്റിക് മെറ്റീരിയൽ സെയിം തന്നെയാണ്, അല്ലെങ്കിൽ ആ ബ്ലൂ പ്രിൻ്റ് എല്ലാ സെല്ലുകളിലും സെയിം തന്നെയാണ്.
എന്നിട്ടും എന്തുകൊണ്ട് ഈ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലെ ഡിഫറെൻറ്റ് ബോഡി പാർട്സ് അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസം മെയ്ഡപ്പ് ഓഫ് സെൽസാണ്, എല്ലാ സെല്ലിലുള്ള ജനറ്റിക് മെറ്റീരിയൽ സെയിം ആണ്, എന്നിട്ടും ഈ പറഞ്ഞ ബോഡിയിലുള്ള എല്ലാ ബോഡി പാർട്സും ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്, ഡിഫറെൻറ്റ് ഫങ്ഷൻ. ജനറ്റിക് മെറ്റീരിയൽ ഒന്ന് തന്നെയായിട്ടും നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള ഈ പറഞ്ഞ ഓർഗൻസുകൾ എന്താണ് ഡിഫറെൻറ്റ് സ്ട്രക്ചറായിട്ടും ഡിഫറെൻറ്റ് ഫങ്ഷനായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും കാരണം? അതിന് കാരണം ചില പെർട്ടിക്കുലർ ജീൻസുകൾ മാത്രം എക്സ്പ്രസ്ഡ് ആവുന്നു, ചില പെർട്ടിക്കുലർ ജീൻസ് എക്സ്പ്രസ്ഡ് ആവുന്നില്ല. ആ ജീനുകളെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഓർഗാനിസം ഹാസ് എ മെക്കാനിസം. എല്ലാ ഓർഗാനിസത്തിനും ഒരു ലിവിങ് ഓർഗാനിസത്തിനും ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം എന്താണ്? റെഗുലേറ്റിംഗ് ജീൻ ആക്ടിവിറ്റി. അവരുടെ ബോഡിയിലുള്ള ആ ജീൻ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ബൈ അലൗ സം ടു ഫങ്ഷൻ. ചില ജീനുകളെ ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കുകയും ആൻഡ് അതേഴ്സ് ടു റീസ്ട്രെയിൻ. ചില ജീനുകളെ ഫങ്ഷൻ ചെയ്യാണ്ട് അതിനെ തടുത്തു നിർത്തുകയും ചെയ്യുന്നു. ജീൻ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യണേ. ചില ജീനുകൾ ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കുന്നു, ചില ജീനുകളെ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് റീസ്ട്രെയിൻ ചെയ്യുന്നു, തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ ബോഡിയിലെ ജീൻ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് നമ്മുടെ ബോഡി സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ സ്വിച്ച് ഓൺ ആവുന്നു, ജീൻ എക്സ്പ്രഷൻ സമയത്ത് ഇത് സ്വിച്ച് ഓൺ ആവുന്നു. ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ട എന്നുള്ള സമയത്ത് ജീനുകളൊക്കെ സ്വിച്ച് ഓഫ് മെക്കാനിസം. സോ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു സിസ്റ്റം പോലെയാണ് നമ്മുടെ ബോഡിയിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ഓൺ ചെയ്യുന്നു. ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഇതേപോലെ നമ്മുടെ ബോഡിയിൽ ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് മാത്രം ആ സ്വിച്ച് ഓൺ മെക്കാനിസം വർക്ക് ചെയ്യുന്നു. ജീൻ എക്സ്പ്രസ് ചെയ്യാത്ത സമയത്തൊക്കെ അതെന്തായിരുന്നു? സ്വിച്ച് ഓഫ് ആയിട്ട് മാറുന്നു. അതാണ് ഒരു സിസ്റ്റം. ഇതാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്നുള്ള ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ജീൻ എക്സ്പ്രഷൻ അതിൻ്റെ റെഗുലേറ്റ് ചെയ്യുന്നത് മോളിക്യുലാർ ലെവലാണ്. സോ DNA ആണ് നമ്മൾ പറഞ്ഞ ആ മോളിക്യൂൾ. സോ അതിലുള്ള ഇൻഫർമേഷനായ ജനറ്റിക് മെസ്സേജുള്ള ജീൻ. സോ ജീൻ എക്സ്പ്രഷൻ അറ്റ് മോളിക്യുലാർ ലെവൽ എന്ന് പറയുന്നത് ബൈ എക്സ്പ്രസ് ദ ഫീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന് അതിന് ആവശ്യമുള്ള അതിന് ഏത് ജീനാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ജീൻ എക്സ്പ്രഷൻ സാധ്യമാകുന്നത്. സോ ആ ഓർഗാനിസത്തിന് ഏത് ക്യാരക്ടറാണോ, ഏത് ട്രെയ്റ്റ് ആണോ, ഏത് ഫീച്ചറാണോ, ഏത് ഫീനോടൈപ്പാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ജീൻ എക്സ്പ്രസ്ഡ് ആവുന്നു. അത് മോളിക്യുലാർ ലെവലിലാണ്. ഇനി സിന്തസിസ് ഓഫ് സ്പെസിഫിക് RNA. നമ്മുടെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? ആ DNA RNA ആയിട്ട് മാറണം, RNA ട്രാൻസ്ലേറ്റ് ചെയ്ത് mRNA പ്രോട്ടീനായിട്ട് മാറണം. സോ ഇതാണ് നമ്മൾ പറയുന്നത് ആ പ്രോട്ടീൻ ആവുന്നതാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ സിന്തസിസ് ഓഫ് സ്പെസിഫിക് RNA, DNA ആ ട്രാൻസ്ക്രൈബ് ചെയ്ത് സ്പെസിഫിക് mRNA ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ട്രാൻസ്ലേഷൻ നടക്കുന്നു, ഫോർമേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് നടക്കുന്നു. ആ ഫോം ചെയ്ത പോളിപെപ്റ്റൈഡ് അഥവാ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? ചെയിൻ സീക്വൻസ് ഓഫ് അമിനോ ആസിഡുകളാണ്. അതെന്ത് ചെയ്യുന്നു? ദാറ്റ് കൺട്രോൾ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സ്പെസിഫിക് ക്യാരക്ടർ. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് ഏത് ക്യാരക്ടറാണോ, ഏത് ഫങ്ഷനാണോ, ഏത് സ്ട്രക്ചറാണോ എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത്. സോ ഒരു ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മോളിക്യുലാർ ലെവലിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറിൻ്റെയോ ട്രേറ്റിൻ്റെയോ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് ആ ജീൻ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ആദ്യം RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് പോളിപെപ്റ്റൈഡായിട്ട് മാറുന്നു. ആ പോളിപെപ്റ്റൈഡാണ് നമ്മൾ പറയുന്ന ഈ പെർട്ടിക്കുലർ ഫീനോടൈപ്പ് അല്ലെങ്കിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രേറ്റിനെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ കൊടുക്കുന്നത് ഈ പെർട്ടിക്കുലർ ഫീനോടൈപ്പാണ്. ഇനി ഈ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ, നമ്മുടെ ഈ ജീൻ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസം പോലെ ആണ്. സോ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം ആ പെർട്ടിക്കുലർ ജീൻ റെഗുലേറ്റ് ചെയ്ത് അത് ആ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നു. ആവശ്യമില്ലാത്തപ്പോൾ ആ ജീൻ എക്സ്പ്രസ്ഡ് ആവാണ്ട് ഇൻഹിബിറ്റഡ് ആയിട്ട് റീസ്ട്രെയിൻ ചെയ്യുന്നു, അതിൻ്റെ എക്സ്പ്രഷൻ തടഞ്ഞു നിർത്തുന്നു. സോ ജീൻ എക്സ്പ്രഷൻ പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും രണ്ട് തരത്തിലാണ് നടക്കുന്നത്. രണ്ട് തരത്തിലും ഒരുപോലെ, ബിക്കോസ് പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും സ്ട്രക്ചറിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ പ്രോകാരിയോട്ടിലാണെങ്കിൽ ഈ ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ തന്നെയാണ്. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇനീഷ്യേഷനിൽ തന്നെ പ്രോകാരിയോട്ടിൽ എന്ത് സംഭവിക്കുന്നു?
ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ബിക്കോസ് അവിടുന്ന് തന്നെ ആ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസ്ക്രിപ്ഷനും അത് കഴിഞ്ഞ് പ്രോട്ടീൻ സിന്തസിസ് ആയ ട്രാൻസ്ലേഷനും പ്രൊക്കാരിയോട്ടിൽ ഒരുമിച്ച് നടക്കുന്നു, കപ്പിൾഡ് ആണ്. കാരണം അവർക്ക് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല. സോ DNA RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ പ്രോട്ടീൻ സിന്തസിസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ RNA ആകുമ്പോൾ തന്നെ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒരുമിച്ച് നടക്കുന്നു. സോ എവിടെ നിന്ന് ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്താലാണ് പ്രോകാരിയോട്ടിൽ സാധ്യമാവുക? അത് എപ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, തുടങ്ങുന്നത്, ആ ലെവലിൽ തന്നെ പ്രോകാരിയോട്ടിൽ എന്ത് സംഭവിക്കുന്നു? ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജീനിൻ്റെ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതേസമയം യൂകാരിയോട്ടിൽ സ്പെസിഫിക് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്, സ്പെസിഫിക് കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു പാർട്ടീഷൻ ഉണ്ട് എല്ലാ ഓരോ ഓർഗനൽസും തമ്മിൽ. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു പല ലെവലുകളിൽ ജീൻ എക്സ്പ്രസ് ചെയ്യാം. ഒരു ലെവലല്ല, പല ലെവലുകളിലാണ്. അതാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂകാരിയോട്ട്. യൂകാരിയോട്ടിൽ ഈ പറഞ്ഞ 4 ലെവലുകളിൽ എന്ത് ചെയ്യാം? ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. ആദ്യത്തേത് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, ആ ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ലെവലിൽ, അതായത് ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. എപ്പോഴാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് DNA mRNA ആയിട്ട് മാറുന്നു? ആ ഫോർമേഷനാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. DNA RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ആ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ തന്നെ ഒരു ലെവലിൽ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യാം, ആദ്യത്തെ ലെവൽ. രണ്ടാമത് സംഭവിക്കാൻ വേണമെങ്കിൽ പ്രോസസ്സിംഗ് ലെവൽ. ആദ്യം DNA RNA ആയിട്ട് മാറുന്നു. ആ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവിടെ സമയത്ത് ജീനുകൾ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാം. രണ്ടാമത് പ്രോസസ്സിംഗ് ലെവൽ. നമ്മൾ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ RNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്നതിന് മുമ്പായി കുറച്ച് പ്രോസസ്സിങ്, അഡീഷണൽ പ്രോസസ്സിങ് യൂകാരിയോട്ടിൽ സാധ്യമാകുന്നു. ക്യാപ്പ് ആഡ് ചെയ്യുന്നു, ടെയിലിംഗ് നടക്കുന്നു, സ്പ്ലൈസിങ് നടക്കുന്നു. ഈ പ്രോസസ്സിംഗ് ലെവലിലാണ് അടുത്ത റെഗുലേഷൻ നടക്കാനുള്ള സാധ്യത. സോ പ്രോസസ്സിംഗ് ലെവൽ, റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിങ്, ഏതൊക്കെ ഇൻട്രോണുകൾ റിമൂവ് ചെയ്യണോ, എക്സ്ട്രോണൽ ജോയിൻ ചെയ്യണോ, ആ സ്പ്ലൈസിങ്ങിൻ്റെ അവിടെ റെഗുലേഷൻ നടക്കുന്നു. അവിടെയും വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് യൂകാരിയോട്ടിൽ അത് കഴിഞ്ഞ് ഫോം ചെയ്ത mRNA, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. ഈ പറഞ്ഞ ക്യാപ്പിങ് ടെയിലിംഗ് ഒക്കെ കഴിഞ്ഞുള്ള ആ mRNA സൈറ്റോപ്ലാസത്തേക്ക് പോണ ആ ട്രാൻസ്പോർട്ടിൻ്റെ അവിടെ വേണമെങ്കിൽ റെഗുലേഷൻ നടക്കാം. സോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തേക്കുള്ള ആ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്തും റെഗുലേഷൻ സാധ്യമാകുന്നു. നാലാമത്തത് ട്രാൻസ്ലേഷണൽ ലെവൽ, പ്രോട്ടീൻ സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ, ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റെഗുലേറ്റ് ചെയ്യാം. സോ യൂകാരിയോട്ടിൽ ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന 4 ലെവലുകളാണ്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് DNAയിൽ നിന്ന് RNA ആയിട്ട് മാറുന്ന അവിടെ കൺട്രോൾ, റെഗുലേഷൻ നടക്കുന്നു. രണ്ടാമത്തത് സ്പ്ലൈസിങ്, പ്രോസസ്സിംഗ് ലെവലിൽ കൺട്രോളിങ് അല്ലെങ്കിൽ റെഗുലേഷൻ നടക്കുന്നു. മൂന്നാമത്തത് mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തേക്ക് മൂവ് ചെയ്യുന്ന ആ ട്രാൻസ്പോർട്ട് സമയത്ത് റെഗുലേഷൻ സാധ്യമാകുന്നു. നാലാമത്തത് അതിൻ്റെ പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ സമയത്ത് ആ ലെവലിലും റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ സാധ്യമാകുന്നു. അതേസമയം പ്രൊക്കാരിയോട്ടിലാണെങ്കിൽ ഇനീഷ്യേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എപ്പോഴാണോ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് പ്രോകാരിയോട്ടിൽ തടയാൻ സാധ്യമല്ല. അതേസമയം യൂകാരിയോട്ടിൽ ഈ 4 ലെവലിലും ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഈ 4 ലെവലുകളിലും 1 by 1 ആയിട്ട് നമുക്ക് തീരുമാനിക്കാവുന്ന, അല്ലെങ്കിൽ ആ യൂകാരിയോട്ടിലെ ബോഡിയിൽ അങ്ങനെയാണ് അത് സാധ്യമാകുന്നത്. സോ ജീൻ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞത് ഒരു ജീൻ സെല്ലിൽ എക്സ്പ്രസ് ചെയ്യണത് എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, ആ ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, പ്രോട്ടീനായി അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിനായിട്ട് ഫോം ചെയ്തുകൊണ്ടാണ് ആ ജീൻ എക്സ്പ്രഷൻ സാധ്യമാകുന്നത്. സോ ജീൻസ് ഇൻ എ സെൽ ആർ എക്സ്പ്രസ്ഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ ഫങ്ഷൻ ഓർ എ സെറ്റ് ഓഫ് ഫങ്ഷൻ. സോ ഒരു സെല്ലിലെ ജീനുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യണത്? ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ആ ജീനുകൾ എക്സ്പ്രസ്ഡ് ആവുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കാം ആ ജീനുകൾ എക്സ്പ്രസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കാം ജീനുകൾ എക്സ്പ്രസ്ഡ് ആവുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത്, ഏത്
ടൈപ്പ് പ്രോട്ടീനുകളെ അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ ജീനുകൾ എക്സ്പ്രസ് ആവുന്നത്. എന്താണ് ആ ജീൻ എക്സ്പ്രഷൻ്റെ ഫങ്ഷൻ? സിന്തസിസ് ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഇൻ ഇക്കോളൈ. സോ ഇക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സിന്തസിസ് നമുക്ക് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. സോ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു എൻസൈം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. സോ ആ പ്രോട്ടീൻ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ കോളയിൽ ജീൻ എക്സ്പ്രഷൻ സാധ്യമാകുന്നത്? സോ എപ്പോഴൊക്കെ ഈ എൻസൈമിൻ്റെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഈ കോളയിൽ ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജീൻ ആക്ടിവിറ്റി എക്സ്പ്രസ് ചെയ്തു പോകുന്നു. എപ്പോഴൊക്കെ എൻസൈം ആവശ്യമില്ല അപ്പോൾ ആ ജീൻ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് ഈ കൊളയിൽ അഥവാ ആ ബാക്ടീരിയയിൽ നടക്കുന്ന റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. സോ ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ കൊളയിൽ കാണുന്ന അല്ലെങ്കിൽ ഈ കൊളയിലേക്ക് ആവശ്യമായിട്ടുള്ള എൻസൈമിൻ്റെ സിന്തസിസ്, അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഇൻ കേസ് ഈ എൻസൈം ഉണ്ടെങ്കിൽ ആ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് വിൽ കാറ്റലൈസ്. അതെന്ത് കാറ്റലൈസാണ് ചെയ്യണേ? ലാക്ടോസ് എന്ന് പറഞ്ഞ ഡൈസാക്കറൈഡിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മാറ്റുന്നു. സോ ലാക്ടോസ് എന്ന് പറഞ്ഞ ഡൈസാക്കറൈഡിനെ ഗാലക്ടോസ് ഗ്ലൂക്കോസ് എന്ന മോണോമറിക് യൂണിറ്റുകളായിട്ട് ഈ പറഞ്ഞ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം മാറ്റുന്നു, കാറ്റലൈസ് ചെയ്യുന്നു എൻസൈമാറ്റിക് ആക്ടിവിറ്റിയിലൂടെ. എന്നിട്ട് ആ ഗാലക്ടോസും ഗ്ലൂക്കോസും എന്ന് പറഞ്ഞ ആ മോണോമറിക് യൂണിറ്റുകളെ ഈക്കോളേക്ക് എന്ത് ചെയ്യാം? സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ ഈക്കോളേക്ക് ലാക്ടോസ് എന്ന് പറഞ്ഞ ആ ഒരു ഫുഡ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ, ആ ഈക്കോളെ വളരുന്ന ആ മീഡിയയിൽ ലാക്ടോസ് എന്ന് പറഞ്ഞ അതിന് ഫുഡായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ ഡൈസാക്രൈഡ് ഉണ്ടെങ്കിൽ മാത്രം ഈ എൻസൈമിൻ്റെ ആവശ്യമുള്ളൂ. ഏത് എൻസൈം? ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം. ഇൻ കേസ് ആ ഈക്കോളെ വളരുന്ന മീഡിയയിൽ ഈ പറഞ്ഞ ലാക്ടോസ് ഇല്ലെങ്കിൽ ഈ എൻസൈമിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഈ എൻസൈമിൻ്റെ ആവശ്യം എന്താണ്? എന്താ ചെയ്യുന്നത്? ലാക്ടോസ് ഉണ്ടെങ്കിൽ ലാക്ടോസിനെ കൺവേർട്ട് ചെയ്ത് കാറ്റലൈസ് ചെയ്ത് ഹൈഡ്രോളിസിസ് എന്ത് ചെയ്യുന്നു? ഗാലക്ടോസും ഗ്ലൂക്കോസായിട്ട് മാറ്റി ആ ഗാലക്ടോസും ഗ്ലൂക്കോസും ഈക്കോളേക്ക് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ലാക്ടോസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എൻസൈമിൻ്റെ ആവശ്യമില്ല. സോ ഇഫ് നോ ലാക്ടോസ് അറൗണ്ട് ദ മീഡിയത്തിൽ ലാക്ടോസ് അവൈലബിൾ അല്ലെങ്കിൽ ഈക്കോളേക്ക് എന്താ? നോ നീഡ് ഓഫ് ദിസ് എൻസൈം. ഏത് എൻസൈം? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം. ആ എൻസൈം ലാക്ടോസിനെ കൺവേർട്ട് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസാക്കി മാറ്റാനുള്ളതാണ്. സോ ലാക്ടോസ് ഇല്ലെങ്കിൽ ആ എൻസൈമിൻ്റെ ആവശ്യകതയില്ല. സോ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ദെർഫോർ ഒരു ഓർഗാനിസത്തിന് ഏത് ജീൻ എക്സ്പ്രസ് ചെയ്യണം, ഏത് ജീൻ എക്സ്പ്രസ് ചെയ്യണ്ട, കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ആ റെഗുലേഷൻ എന്ന് പറയുന്നത് സാധ്യമാകുന്നത് ഈ ലെവലുകളിലാണ്. ഏത് ലെവല്? ആ ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിക് കണ്ടീഷൻ, ആ ഓർഗാനിസത്തിന് ഇപ്പോൾ കാറ്റബോളിസമാണോ ആനബോളിസമാണോ ഏത് ആക്ടിവിറ്റിയാണോ വേണ്ടത്, ആ മെറ്റബോളിക് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ജീൻ എക്സ്പ്രസ്ഡ് ആവണം. അല്ലെങ്കിൽ അതിൻ്റെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ആവശ്യകത അനുസരിച്ച് മാത്രം ജീൻ എക്സ്പ്രസ്ഡ് ആവുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സോ ഒരു ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിക്, ഫിസിയോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഒരു ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിക് കണ്ടീഷൻസ് ആവാം, ഫിസിയോളജിക് കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ആവാം. ഈ കണ്ടീഷൻസാണ് ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീൻ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ, അതായത് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ സാധ്യമാകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എംബ്രിയോ അഡൾട്ടായിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. എംബ്രിയോ അഡൾട്ടായിട്ട് മാറാൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, എംബ്രിയോ ഫോർമേഷൻ ഡെവലപ്മെൻറ്റ്. ആ കഴിഞ്ഞിട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരു അഡൾട്ടായിട്ട് മാറുന്നു. സോ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഫറൻഷ്യേഷൻ ഓഫ് എംബ്രിയോൻ്റെ ഫോർമേഷൻ, അതുപോലെ ആ ഫോം ചെയ്ത എംബ്രിയോ ഒരു അഡൾട്ടായിട്ട് മാറാനുള്ള ഡിഫറൻഷ്യേഷൻ. സോ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഫറൻഷ്യേഷൻ ഓഫ് എംബ്രിയോ ടു അഡൾട്ട്. ഇത് സാധ്യമാകുന്നത് എപ്പോഴാണ്? കോർഡിനേറ്റഡ് ബൈ റെഗുലേഷൻ ഓഫ് എക്സ്പ്രഷൻ ഓഫ് സെവറൽ ജീൻ. ഒരുപാട് ജീനുകളുടെ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി അവരാവശ്യമുള്ള സമയത്ത് മാത്രം എക്സ്പ്രസ് ചെയ്ത്, ചില ജീനുകൾ എക്സ്പ്രസ്ഡ് ആയി ചില ജീനുകൾ അവിടെ റീസ്ട്രെയിൻ ചെയ്ത് അതിനെ തടഞ്ഞു നിർത്തി ആവശ്യമുള്ള ഓരോരോ 1 by 1 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ് നമ്മൾ പറയുന്ന എംബ്രിയോ ടു അഡൾട്ട് സാധ്യമാകുന്നത്. സോ എംബ്രിയോ അഡൾട്ടായിട്ട് മാറാൻ വേണ്ടി ഡെവലപ്മെൻറ്റും അതിൻ്റെ ഡിഫറൻഷ്യേഷൻ നടക്കുന്നതെങ്കിൽ ഒരുപാട് ജീനുകളുടെ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ആവശ്യം. ഒരു ജീനല്ല,
ഒരുപാട് ജീനുകൾ കോർഡിനേറ്റഡ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് അത് അതിനാവശ്യമുള്ള രീതിയിൽ റെഗുലേറ്റ് ചെയ്തിട്ട് മാത്രമേ അത് എക്സ്പ്രഷൻ സാധ്യമാകുന്നുള്ളൂ. സോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രം ആ പെർട്ടിക്കുലർ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിഫറൻഷിയേഷൻ സാധ്യമാകുന്നു. അല്ലാത്ത അത് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ജീനുകൾ ഫംഗ്ഷൻ ചെയ്യുന്നു, പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ജീൻ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. സോ 1 by 1 സ്റ്റേജുകളിൽ നടക്കുന്നത് എംബ്രിയോ ടു അഡൾട്ട് ഫോർമേഷന് ഒരുപാട് ജീനുകളുടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷനിലൂടെ ആക്ടിവിറ്റിയിലൂടെയാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്ത് അത് അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റും ഡിഫറൻഷിയേഷനും കാണിക്കുന്നത്. സോ ഒരു ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിക്, ഫിസിയോളജിക്കൽ, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ച് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ എംബ്രിയോ ഡെവലപ്മെൻറ്റ്, എംബ്രിയോയിൽ നിന്ന് ഒരു അഡൾട്ടായി മാറണമെങ്കിൽ ഒരുപാട് ജീനുകളുടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പ്രഷനും കൂടി അതിൽ കൂടി മാത്രമാണ് അത് സാധ്യമാകുന്നത്.